കാമുകിക്ക് പൂ മേടിച്ചു കൊടുക്കാൻ പൈസയില്ലേ? 1 കിലോ ഓറഞ്ച് വാങ്ങി അത് ശ്രദ്ധാപൂർവം മുറിച്ച് തൊലി പൊട്ടാതെ എടുത്ത് ചുരുട്ടിയാൽ നല്ലൊരു റോസാപ്പൂവ് ഉണ്ടാക്കാം. ഇതിന് നല്ല സുഗന്ധവും ഉണ്ടാകും. ബബ്ലൂസ് മാറങ്ങയുടെ തൊലി കളയരുത്. അത് വീഡിയോയിൽ കാണുന്ന പോലെ മുറിച്ച് അരികുകൾ വെട്ടി ചുരുട്ടിയെടുത്ത് ഭംഗിയുള്ള പൂക്കളാക്കാം. ഇത് ഫ്ലവർ വൈസിൽ വെക്കാൻ മനോഹരമാണ്. വെളുത്തുള്ളിയുടെ തൊലി ഉപയോഗിച്ചും മനോഹരമായ പൂക്കൾ ഉണ്ടാക്കാം. തൊലി ഇതളുകളായി മുറിച്ച് ഒരു വടിയിൽ ഒട്ടിച്ച് പൂവാക്കി മാറ്റാം. കഴിച്ചു കഴിഞ്ഞ മത്തന്റെയോ മറ്റോ വിത്തിന്റെ തൊലി ഉപയോഗിച്ച് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. ഒരു ചെറിയ ക്ലേ ബോളിൽ ഈ തൊലികൾ കുത്തിവെച്ച് ഡെയ്സി പൂക്കൾ ഉണ്ടാക്കാം. ചോളം കഴിച്ച ശേഷം അതിൻ്റെ ഇല കളയരുത്. അത് മുറിച്ച് അരികുകൾ വീഡിയോയിൽ കാണുന്ന പോലെ ചീപ്പ് പോലെ വെട്ടി ഒരു വടിയിൽ ചുറ്റിയെടുത്താൽ നല്ല ഭംഗിയുള്ള പൂവ് റെഡി. ഇതിന് ചോളത്തിൻ്റെ നല്ല മണവും ഉണ്ടാകും. സവാളയുടെ ഉണങ്ങിയ തൊലി കളയണ്ട. അത് ശേഖരിച്ചു വെച്ച് ഇതളുകളായി മുറിച്ച് ഒട്ടിച്ചാൽ നല്ല ഭംഗിയുള്ള വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കാം. ഇതൊന്നുമില്ലെങ്കിൽ ഇലകൾ മടക്കി ഒട്ടിച്ച് മനോഹരമായ പച്ചപ്പൂക്കൾ ഉണ്ടാക്കാം. എന്നെ ഫോളോ ചെയ്താൽ അടിപൊളി ട്രിക്കുകൾ പഠിക്കാം.